ലാൽകുമാർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നു എന്ന്. നാല് വരികളുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടത്. പറവൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം അത് BJP ബന്ധത്തിലല്ലേ എന്നതായിരുന്നു ചോദ്യം. ഒരു 3-4 തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ കൂടിക്കാഴ്ചയുടെ ഒരു 4-5 ഉദാഹരണങ്ങളും 2-3 ഫോട്ടോകളും ഉൾപ്പെടെ വലിയൊരു പോസ്റ്റാണ് VD സതീശന്റെ മറുപടി. ഇല്ല, സതീശൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് മറുപടി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വൃത്തിയായിട്ട് മറുപടി പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് സൂചിപ്പിക്കാം. തൃശ്ശൂർ എങ്ങനെ നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി? 1-ാം സ്ഥാനത്ത് നിന്ന് പ്രതാപനിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയക്കാരനായ കെ മുരളീധരൻ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നിങ്ങൾക്ക് പോയ വോട്ട് എങ്ങനെ ഇയാളിലേക്ക് പോയി, സുരേഷ് ഗോപിയിലേക്ക് പോയി? ഇതിന് മറുപടി പറഞ്ഞാൽ മതി. സതീശന് ഈ ഫോട്ടോ ഒന്നും തപ്പി വേറെ നടക്കേണ്ട കാര്യമില്ലല്ലോ. കയ്യിലിരിക്കുകയല്ലേ കാര്യം. എന്താ കണക്കെന്ന് പറഞ്ഞാൽ പോരെ. നമ്മുടെ വോട്ട് അവിടെ എന്തായാലും കൂടിയിരിക്കുകയാണ്. സുനിൽകുമാറിനോട് വോട്ട് കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ CPM 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരിക്കലും BJP ജയിച്ചിട്ടില്ല. കോൺഗ്രസിലേക്ക് പോയാൽ പോലും സാധാരണഗതിയിൽ നമ്മൾ നടക്കുക BJP ഒഴിവാക്കി നിർത്താനുള്ള രാഷ്ട്രീയമാണ് നമ്മളിവിടെ കളിച്ചിട്ടുള്ളത്. ഇപ്പൊ കാസർഗോഡ് എടുക്കുക, മഞ്ചേശ്വരം എടുക്കുക, ഇവിടെ ഒക്കെ ജയിക്കുന്നത്. അവരും പറയുന്നത് ആ ന്യായമാണ്. നോക്കൂ, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ജയിക്കുമെന്ന ഇടത്ത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വോട്ട് തന്നുകൊണ്ടാണ് തൃശ്ശൂരിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായി പോയതെന്നാണ് അവർ പറയണേ. അതെ അതെ അതെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അപ്പൊ അടുത്ത പറയണം കെ മുരളീധരൻ എന്ന് പറഞ്ഞ ആളെ തോപ്പിക്കാൻ കൊണ്ട് നിർത്തിയാന്നോ പറയണം. അത് പറയുന്നില്ലോണ്ടോ? ചുമ്മാ ഈ രേണു അവര് പറയുന്നത് കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ നിൽക്കരുതേ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ. എനിക്കറിയാമല്ലോ, ഞാൻ കുറച്ചാളെ രാഷ്ട്രീയമായി. ഞാൻ പറയട്ടെ. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ ഇടയ്ക്ക് ഞാൻ എന്റെ ഫോൺ കട്ടായി പോയെങ്കിലും കുറച്ച് കാര്യങ്ങളെയും കേട്ടു. ഈ പറയുന്ന എല്ലാ ആൾക്കാരും മത്സരിക്കുന്നത് ജയിക്കാനായിട്ടാണ്. കേരളത്തിൽ BJP ഒരുപാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അവർ ജയിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അവരെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു. നിയമമണ്ഡലത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, നിയമസഭാ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് രാജഗോപാൽ, നമ്മളെല്ലാം രാജേട്ടനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് വന്നത്? CPM-ന്റെ വോട്ട് കൊണ്ടാവുന്നേ. നോക്കൂ, ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപരമായ ഒരു നിമിഷമായിട്ടാണ് അതിനെ കാണുന്നത്. ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. അല്ലാന്ന് ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാൻ പറ്റും. നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ഒരാൾ കയറുമ്പം നമുക്കിവിടെ കയറാൻ പറ്റുന്ന സ്ഥലമാണ്. അകറ്റി നിർത്തിയ ഒരു സ്ഥലത്തേക്ക്, കേരളം അകറ്റി നിർത്തിയ ഒരു സ്ഥലത്തേക്ക് അവർക്ക് കയറാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ വോട്ട് ഉണ്ടായത് CPM-ന്റെ വോട്ട് ഉണ്ടായെന്ന് പറയാമോ? അതിൽ ന്യായം പറയുകയാണ്. പാർലമെന്റിലേക്ക് ആദ്യമായി ഈ പറയുന്ന താമര ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചപ്പം ഇവരുടെ വോട്ട് 3-ാം സ്ഥാനത്ത് 70,000-80,000 വോട്ട് കുറഞ്ഞു. അതിന് കണക്കില്ല. പിന്നെ അതിനകത്ത് ലോജിക്ക് കണ്ടെത്തി അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എത്ര വേണേ പറഞ്ഞോട്ടെ. കാണുന്നവന് ബോധമുണ്ടല്ലോ.